സജോ, വെങ്ങോലയിലെ ചിത്രം എന്താണ്? വെങ്ങോല പഞ്ചായത്തിൽ UDF-ന് അധികാരം ലഭിച്ചിരിക്കുകയാണ്. അതായത് ഇവിടുത്തെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ UDF-ന് തന്നെയായിരുന്നു മുൻതൂക്കം. 9 അംഗങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൽ LDF-ഉം 20-20 അംഗങ്ങൾ വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. 13 അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ക്വാറം തികയുള്ളൂ. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. UDF-ന് 9 അംഗങ്ങൾ, LDF-ന് 8 അംഗങ്ങൾ, ഒപ്പം 20-20-ക്ക് 6 അംഗങ്ങൾ, SDPI-ക്ക് 1 അംഗം എന്നിങ്ങനെയാണ് കക്ഷിനില. ഇന്ന് തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് LDF, UDF അംഗങ്ങൾ മാത്രമാണ്. SDPI അംഗം എത്തിയെങ്കിലും വോട്ട് രേഖപ്പെടുത്തിയില്ല. 2020 തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ഇതോടുകൂടി ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF അംഗം അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തത്. ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുക. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷം, അതായത് 9 വോട്ടുകൾ കോൺഗ്രസിന്റെ UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഷമീദ ഷെരീഫിന് കിട്ടി. രണ്ടാമത് LDF-ന്റെ LC എൽദോസിന് 8 വോട്ടുകളും ലഭിച്ചു. അതായത് മറ്റ് അട്ടിമറികളോ നാടകീയതയോ ഒന്നും ഉണ്ടായില്ല. നിലവിലെ സാഹചര്യം അനുസരിച്ച് തന്നെ 2020 എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചില്ല. SDPI വിട്ടുനിൽക്കുകയും ചെയ്തതോടുകൂടി മറ്റ് അട്ടിമറികളോ നാടകീയതയോ ഒന്നും സംഭവിച്ചില്ല എന്താണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അട്ടിമറിയോ നാടകീയതയോ ഒന്നുമില്ലാതെ UDF-ന് അധികാരം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെയും കഴിഞ്ഞ കൗൺസിലും UDF-ന് തന്നെയായിരുന്നു ഭരണം. പ്രത്യേകിച്ച് രാഷ്ട്രീയ അട്ടിമറികളൊന്നും വെങ്ങോലയിൽ സംഭവിക്കുന്നില്ല എന്നതാണ് പ്രധാനം. 2020 സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അവർ ആ നിലയ്ക്കാണ് മത്സരത്തെയൊക്കെ സമീപിച്ചത്. പക്ഷേ അവർക്ക് 6 അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പുത്തൻകുരിശിലെ പോലെ അവർ മറ്റൊരു രാഷ്ട്രീയ ലൈൻ സ്വീകരിച്ചതുമില്ല. ശരി.